ഹായ് ഗൈസ്, നമ്മൾ ഇതുവരെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു അല്ലേ. അത് ബേസിക്കലി ഫംഗ്ഷൻ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, കുറച്ച് സൂപ്പർ യൂസ്ഫുൾ ടൂൾ മെത്തേഡാണെന്നും കൂടി നമ്മൾ പറഞ്ഞിരുന്നു ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റെസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ റെസ്റ്റ് ഓപ്പറേറ്ററാണ്. ഇത് നമ്മുടെ ഈ ഗെയിം അതായത് റോക്ക് പേപ്പർ സിസറിൽ ഗെയിമിനോട് ഡയറക്റ്റായിട്ട് റിലേഷൻ ഒന്നുമില്ല, പക്ഷേ ഫംഗ്ഷനോട് റിലേറ്റഡ് ആയ ഒരു പവർഫുൾ ഫീച്ചറാണെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടിയും ഇവിടെ റെസ്റ്റ് ഓപ്പറേറ്റർ കൂടി ഇവിടെ കവർ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ താഴെ ഒരു പുതിയൊരു ഫംഗ്ഷൻ എഴുതാം, നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് റെസ്റ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ താഴെ ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 സിൻടാക്സ് അറിയാം. ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെ ആരോ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. സോ ഫംഗ്ഷൻ കീവേഡ്, ഫംഗ്ഷൻ എക്സ്പ്രഷൻ, ആരോ ഫംഗ്ഷൻ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യാൻ പോകുന്നത് ആരോ ഫംഗ്ഷനാണ്. സോ ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, കോൺസ്റ്റ് സം അപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇട്ടു. ഓക്കെ, ഇപ്പോൾ തൽക്കാലം എംപ്റ്റി ആയിട്ട് വയ്ക്കാം ഈ ഫംഗ്ഷനിൽ. ഓക്കെ, ഇനി എന്താ ഐഡിയ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സം റിട്ടേൺ ചെയ്യണം, അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ABCD പോലൊക്കെ ഫിക്സ്ഡ് പാരാമീറ്റേഴ്സ് ഇടാൻ ശ്രമിക്കാം, പക്ഷെ അത് പറ്റില്ല. കാരണം നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എത്ര വാല്യൂസ് വരും എന്നൊക്കെ മുൻകൂട്ടി നമുക്ക് പറയാൻ ഗ്യാരണ്ടീഡ് അല്ല. ഓക്കെ, സോ ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ നമുക്കിവിടെ ഞാൻ താഴെ കോൾ ചെയ്യണം, സമ്മപ്പ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ 10, 20, 30, 40 ഫംഗ്ഷൻ ഡൈനാമിക് ആകണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല 4 പാരാമീറ്റർ ആവോ, അടുത്ത സമ്മപ്പിൽ ഞാൻ 6 പാരാമീറ്റർ ഇടും. അപ്പോൾ നമുക്കിവിടെ ABCDF എന്ന് പറഞ്ഞ് കൊടുത്തു നമുക്ക് ഫിക്സ്ഡ് ആക്കി പറയാൻ പറ്റില്ല. സോ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ തൽക്കാലം ഒരു ലൂപ്പിൽ യൂസർ ഇൻപുട്ട് ബേസ്ഡ് ആയി ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു എന്ന് കരുതി നമുക്ക് ഒരു ആർഗ്യുമെൻറ്റ് ഒരിക്കൽ 5 ആർഗ്യുമെൻറ്റ്, ഒരു 10 ആർഗ്യുമെൻറ്റ്സ്, സംടൈംസ് നെഗറ്റീവ് വാല്യൂസ് പോലും നമുക്ക് എടുക്കാൻ പറ്റും ആക്ച്വലി. ഓക്കെ, അതൊരു അറേ പോലെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡൈനാമിക് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഫോർഗീവിങ് ആണല്ലോ, കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്താൽ ഓക്കെ അല്ലേ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തോന്നും. ശരിയാണ്, നിങ്ങൾക്ക് കൂടുതൽ പാസ് ചെയ്യാം, JS അത് അലൗ ചെയ്യും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അൺയൂസ്ഡ് പാരാമീറ്റേഴ്സ് എല്ലാം അൺഡിഫൈൻഡ് ആയിരിക്കും. അൺഡിഫൈൻഡ് മാത്ത് കാൽക്കുലേഷനിൽ പോയാൽ റിസൾട്ട് N9 വരും, അല്ലെങ്കിൽ റോങ് സം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിവിടെ എഴുതിയിട്ട് തൽക്കാലം അല്ലെങ്കിൽ ഞാനിവിടെ എഴുതാണ് ABCD എന്ന് 4 പാരാമീറ്റർ. പക്ഷേ ഞാനിവിടെ കോൾ ചെയ്യുമ്പോൾ 2 പാരാമീറ്റർ കോൾ ചെയ്യുന്നതായിരിക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് ബേസിക്കലി ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ റിട്ടേൺ ഇട്ടിട്ട് റിട്ടേൺ A + B + C + D എന്ന് പറഞ്ഞിട്ടിട്ട് ഇവിടെ ഞാൻ 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുള്ളതെങ്കിൽ 2 എണ്ണം അൺഡിഫൈൻഡ് ആയിട്ട് വരും നമുക്ക്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരില്ല, കാരണം നമുക്കിവിടെ N9 ഒക്കെ കിട്ടും, കാരണം നമ്മൾ അൺഡിഫൈൻഡ് ആണ് പാസ്, Cയും Dയും അൺഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് N9 ഒക്കെ കിട്ടും. സോ അതുകൊണ്ട് നല്ല സൊല്യൂഷൻ അല്ല. സോ പഴയ കാലത്ത് ബേസിക്കലി ക്ലാസിക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സിനെ ഫോഴ്സ് ചെയ്യുക, അറേ ആയിട്ട് പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ അറിയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു നമ്പേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാനിവിടെ അറേ ആയിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി യൂസറിനോട് പറയാം പാസ് ചെയ്യാനായിട്ട്, അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് ഈ അറേ വെച്ചിട്ട് ലൂപ്പ് ചെയ്തെടുത്ത് ഫിക്സ് ചെയ്യാനും പറ്റും നമുക്ക് അറിയാവുമ്പോൾ. ഓക്കെ, സോ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഈ അറേ കിട്ടി, ഇനി അറേ നമുക്ക് പ്രോസസ്സ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്പർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് സം = 0, ഇനീഷ്യലി 0 വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ എഴുതാണ് ഫോർ const num of numbers. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതാണ് സം += സമ്മിന് സം വെച്ചിട്ട് ആഡ് ചെയ്യുന്നു. നമ്പർ സം = സം + നം ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഷോർട്ട് ഫോം ആണ്. ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് സം = സം + നം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ console.log പ്രിൻറ്റ് ചെയ്യാം, നമുക്ക് സം എത്ര കിട്ടും എന്നുള്ളത്.
എന്നിട്ട് ഞാൻ ഈ സമ്മിനെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ സം എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പം ഞാനിവിടെ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു സമ്മപ്പ് കൊടുത്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ 20, 30, 35, 60, 56 എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്യുക. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ആവുന്നുണ്ട്. 30 കിട്ടുന്നുണ്ട്, 121 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ സം അപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലായിടത്തും അറേ പാസ് ചെയ്യണം നിർബന്ധമില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല യൂസറിനോട് എപ്പോഴും അറേ തന്നെ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് സംടൈംസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കോമ ഇട്ട് വേണം വാല്യൂസ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് കോമ സെപ്പറേറ്റ് ആയിട്ട് വാല്യൂസ് വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ താഴത്ത് ഞാൻ അറേ ഒഴിവാക്കുകയാണ്. സോ ഇങ്ങനെ വരുമ്പോൾ ബേസിക്കലി നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഫംഗ്ഷനിൽ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാലാണ് ഇവിടെയാണ് നമ്മുടെ റെസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി വരുന്നത്. ഇതും സ്പ്രെഡ് ഓപ്പറേറ്റർ പോലെ തന്നെയാണ്. നമ്മൾ 3 dots ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്പ്രെഡ് ഓപ്പറേറ്റർ ബേസിക്കലി എന്ന് വെച്ചാൽ അറേ ലിങ്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യും. വാല്യൂ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. റെസ്റ്റ് ഓപ്പറേറ്റർ ബേസിക്കലി എന്ന് വെച്ചാൽ ഫംഗ്ഷൻ പാരാമീറ്റർ ലിസ്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻ പാരാമീറ്ററിൽ നമ്പർ എന്ന് കൊടുത്താൽ എന്താകുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ 3 dots ഇട്ടിട്ട് നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, സോ 3 dots ഇട്ട് കൊടുത്ത് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താകുമെന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സും JSൽ ഒരു അറേ ആയി മെർജ് ചെയ്ത് നമ്പേഴ്സ് എന്ന വേരിയബിളിലേക്ക് കൊടുക്കും. അതായത് ബേസിക്കലി ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് എല്ലാം ഒരു അറേ പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയില്ലേ 10, 20 എന്ന് പറഞ്ഞാൽ അറേ കിടക്കുന്നുണ്ടാവും. ഈ 10, 20, 35, 56 അതെല്ലാം അറേയിലേക്ക് വരും. ഓക്കെ, സോ ഞാനിവിടെ നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഇതേ കോഡ് നംസ് ഓഫ് നം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ കോൾ ചെയ്യണം. നമ്മുടെ ഫംഗ്ഷനർ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ആവുന്നുണ്ട്. ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് കോമിറ്റ് കൊടുത്ത് ഡൈനാമിക്കലി നമുക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമുക്കറിയില്ല എത്ര പാരാമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. സോ അതൊക്കെ ഇത് ഹാൻഡിൽ ചെയ്തോളും. നമ്മുടെ സം ഓഫ് ഫംഗ്ഷൻ ഈ റെസ്റ്റ് ഓപ്പറേറ്റർ എടുത്തിട്ട് ഇത് ഹാൻഡിൽ ചെയ്തോളും. നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് വെച്ചാൽ റെസ്റ്റ് പാരാമീറ്റർ എപ്പോഴും ലാസ്റ്റാണ് കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ റെസ്റ്റ് പാരാമീറ്റർ എല്ലാ റിമൈനിങ് ആർഗ്യുമെൻറ്റ്സും കൺസ്യൂം ചെയ്യും. സോ അതിനാൽ റെസ്റ്റ് പാരാമീറ്ററിൻ്റെ ശേഷം പാരാമീറ്റർ വെച്ച JS പറയും റെസ്റ്റ് പാരാമീറ്റർ മസ്റ്റ് ബി ലാസ്റ്റ് ഫോർമൽ പാരാമീറ്റർ. അത് എററായിട്ട് കാണിക്കുകയും ചെയ്യും. ഓൾസോ 1 റെസ്റ്റ് പാരാമീറ്റർ മാത്രം ഫംഗ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, സോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ എഴുതി കാണിക്കാം. കോൺസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഞാനിവിടെ എഴുതാണ് നമ്പേഴ്സ് കോമ എക്സ്ട്രാ എന്ന് പറഞ്ഞ് കൊടുത്തു അടുത്ത പാരാമീറ്റർ. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ട റെസ്റ്റ് പാരാമീറ്റർ മസ്റ്റ് ബി ലാസ്റ്റ് പാരാമീറ്റർ ലിസ്റ്റ്. നമുക്ക് ഇവിടെ തന്നെ ID തന്നെ എറർ കാണിക്കുന്നുണ്ട്. സോ യു ക്യാൻ ഹാവ് നോർമൽ പാരാമീറ്റേഴ്സ് ബിഫോർ റെസ്റ്റ്. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ റെസ്റ്റിന് മുമ്പ് നിങ്ങൾക്ക് നോർമൽ പാരാമീറ്റർ യൂസ് ചെയ്യാം. ബട്ട് റെസ്റ്റിൻ്റെ മുൻപിൽ നോർമൽ പാരാമീറ്റേഴ്സ് ഇടാൻ പറ്റും കേട്ടോ. ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഓക്കെ A, B. അപ്പോൾ ആദ്യത്തെ 2 പാരാമീറ്റർ ഞാൻ Aക്കും Bക്കും അസൈൻ ചെയ്തു. മൂന്നാമത്തെ എല്ലാം ഞാൻ റെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 2 ആർഗ്യുമെൻറ്റ്സ് Aയിലേക്കും Bയിലേക്കും ഞാൻ പോകുന്നു പറഞ്ഞു. റിമൈനിങ് ആർഗ്യുമെൻറ്റ്സ് മാത്രം നമ്പേഴ്സ് അറേയിലേക്ക് മെർജ് ആവുള്ളൂ. അതുകൊണ്ട് സം കാൽക്കുലേഷനിൽ ബേസിക്കലി Aയും Bയും ഇൻക്ലൂഡ് ആവില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. 0, 91 കിട്ടിയത്. കാരണം Aയും Bയും ഇപ്പോൾ 10ഉം 20ഉം ഇവിടെ Aയും Bയിലേക്ക് പോയി, 10ഉം 20ഉം ഇവിടെ Aയും Bയിലേക്ക് പോയി. ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഫസ്റ്റത്തേൽ 0 ആണ് കിട്ടുന്നത്. നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 വന്നു. സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ 35 + 56 വന്നു. അതുകൊണ്ട് നമുക്ക് 91 ഔട്ട്പുട്ട് കിട്ടി. Aയും Bയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കറൻ്റ്ലി. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് 2 ആർഗ്യുമെൻറ്റ്സ് Aയിലും Bയിലേക്ക് പോകും. റിമൈനിങ് ആർഗ്യുമെൻറ്റ്സ് മാത്രമേ നമ്പേഴ്സ് അറേയിലേക്ക് മെർജ് ആവുന്നുള്ളൂ. അതുകൊണ്ട് സം കാൽക്കുലേഷനിൽ Aയും Bയും ഇൻക്ലൂഡ് ആകില്ല. സോ ഔട്ട്പുട്ട് ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, സോ നമുക്ക് Aയും Bയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം തന്നെ സം എടുത്തിട്ട് ഇവിടെ 0ന് പകരം A + B എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഔട്ട്പുട്ട് നമ്മളിപ്പോൾ എല്ലാം വരുന്ന എല്ലാ നമ്പറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ. ഓക്കെ, സൈഡ് നോട്ടിൽ ബേസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ കീവേഡിൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വരും കേട്ടോ. ഇനി ഒരു സൈഡ് നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ആരോ ഫംഗ്ഷനിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് വേരിയബിൾ ഇല്ല. പക്ഷേ ഫംഗ്ഷൻ കീവേഡ് ഉപയോഗിച്ച് ഫംഗ്ഷനിൽ എഴുതുമ്പോൾ ഒരു സ്പെഷ്യൽ വേരിയബിൾ അവൈലബിൾ ആണ്. അതാണ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാജിക്കലി അവൈലബിൾ ആയിരിക്കും ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ കീവേഡിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ്. സോ ബേസിക്കലി
ആർഗ്യുമെൻറ്റ്സ് എന്ത് തരുന്നു വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് ഒരു അറേ ലൈക്ക് ഒബ്ജക്റ്റ് ആണ്. പ്രോപ്പർ അറേ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ഇത് ഫംഗ്ഷനിലേക്ക് വരുന്ന മുഴുവൻ ആർഗ്യുമെൻറ്റ്സും ഉണ്ടാകും. റെസ്റ്റ് ഓപ്പറേറ്റർ ES6 വരുന്ന റെസ്റ്റ് ഓപ്പറേറ്റർ ES6 വരുന്നതിന് മുമ്പ് ഇതാണ് കോമൺ അപ്രോച്ച് ഇരുന്നത്. സോ റെസ്റ്റ് ഓപ്പറേറ്റർ ബേസിക്കലി ES6 ഫീച്ചറാണ്. ഇതിന് മുമ്പ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ഇത് റെക്കമെൻഡഡ് അല്ല. ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് റെക്കമെൻഡഡ് അല്ല. റെസ്റ്റ് പാരാമീറ്റർ ആണ് ബെറ്റർ, കുറച്ചുകൂടി ക്ലീൻ അപ്രോച്ച്. ആർഗ്യുമെൻറ്റ്സ് വേരിയബിൾ മാജിക് ആയി വരുന്നത് കോഡ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ് ഒക്കെ മാറും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കണമെങ്കിൽ എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാനൊരു ഫംഗ്ഷൻ തന്നെ ഇവിടെ എഴുതാം. ഫംഗ്ഷൻ സബ്സ്ട്രാക്ഷന് ഞാൻ കൊടുക്കണേ സബ് അപ്പ് ഈക്വൽ ടു സ്പെല്ലിംഗ് ഒക്കെ തെറ്റല്ലോ. ഫംഗ്ഷൻ ഞാനിട്ട് സബ് അപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കോൺസ്റ്റ് ഓഫ് ഇവിടെ നമ്മൾ എഴുതുന്നത് സം മൈനസാണ് നമ്മൾ കൊടുക്കുന്നത് ഇനീഷ്യലി. എന്നിട്ട് സമ്മിന് പകരം റിസൾട്ടാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ നമ്പേഴ്സിന് പകരം ആണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. നമ്പേഴ്സിന് പകരം ആർഗ്യുമെൻറ്റ്സ് കൊടുക്കും, എന്നിട്ട് നമ്മൾ റിസൾട്ട് റിട്ടേൺ ചെയ്യും. കോപ്പി റിസൾട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ആർഗ്യുമെൻറ്റ്സ് ഇത് സെയിം കോഡ് തന്നെയാണ്, നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ സെയിം കോഡ് തന്നെയാണ്. നമ്മൾ റെസ്റ്റ് ഓപ്പറേറ്റർ വെച്ച് നമ്പേഴ്സ് എടുത്തു എന്ന് വരും, പക്ഷേ അതിന് പകരം നമ്മളിവിടെ വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കീവേഡിൽ ഞാൻ പറഞ്ഞു ആർഗ്യുമെൻറ്റ്സ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ സബ് അപ്പ് യൂസ് ചെയ്യാം തൽക്കാലം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. നമുക്ക് വാല്യൂ എന്താ വരുന്നത് നോക്കാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ -121 കിട്ടി. കാരണം അത് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഡ് അല്ല സബ്സ്ട്രാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് -21 നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഇത് പക്ഷേ റെക്കമെൻഡഡ് അല്ല കേട്ടോ ആർഗ്യുമെൻറ്റ്സ്. ഇത് ES6 മുമ്പത്തെ ഇത്തിരി പഴയ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ലേറ്റസ്റ്റ് അപ്രോച്ച് റെസ്റ്റ് ഓപ്പറേറ്ററാണ്. ഇത് കാണിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നുള്ളത് ഇനി ഞാൻ പറയും, നിങ്ങളുടെ കോഡിൽ ഇത് യൂസ് ചെയ്യരുത്, ഈ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, പിന്നെ ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഈ റെസ്റ്റ് പാരാമീറ്റർ നിങ്ങൾക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.